ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാങ്ങയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മീൻകറി തയ്യാറാക്കാം. ഏകദേശം പാരഗൺ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിക്ക്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെയോ അപ്പം, പത്തിരി, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം അറയ്ക്ക മീനാണ് എടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഐക്കൂറ, കിങ് ഫിഷ് എന്നൊക്കെ പറയും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീനാണിത്. ഉപ്പും വിനീഗറൊക്കെ ചേർത്ത് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 30ഓളം ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 4 പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്, 4-5 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് കേട്ടോ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 1.5 മാങ്ങ ഇതുപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഉടഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ കുറച്ച് കനത്തിൽ കട്ട് ചെയ്യുന്നത്. ഒരു മാങ്ങയും പിന്നെ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്ര പുളി വേണം അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. എനിക്ക് ഈ അളവിൽ പുളി കറക്റ്റായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് ഒരു വലിയ നാളികേരം ചിരകിയിട്ട് അതിൽ നിന്ന് 1/2 കപ്പ് 1/4 പാലും 2 കപ്പ് 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു മീൻകറിയാണ്, അതുകൊണ്ട് തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. മാങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേരുമ്പോൾ പറയാത്ത തന്നെ അറിയാലോ ഈ മീൻകറിയുടെ ടേസ്റ്റ്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മീൻകറി വെക്കുന്നത് മൺചട്ടിയിലാണ്. മീൻകറിയൊക്കെ എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ മീൻകറി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ സവോളയൊന്നും ചേർക്കുന്നില്ല, ഉള്ളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി നന്നാക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് ഉള്ളിയും പിന്നെ ഒരു ചെറിയ സവോളയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആണെങ്കിൽ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പോൾ ഇതാ ഉള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ യോജിച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും അളവ് കൂട്ടാട്ടോ. ഈ മീൻകറിയിൽ അധികം എരിവ് വേണ്ട. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പകുതി മാങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പകുതി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പം മാങ്ങ കഷ്ണമൊന്നും കടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മാങ്ങ മീൻ പകുതി വെന്തതിന് ശേഷം ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം വേണ്ട. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് ഒരു കുറുകിയ പാകത്തിലുള്ള മീൻകറിയാണ് കേട്ടോ. നല്ല ക്രീമിയാണ് ഇതിൻ്റെ ഗ്രേവി. ഇതിൽ കിടന്നിട്ട് മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ പീസസ് ചേർത്ത് കൊടുക്കാം. മീൻ പീസസൊക്കെ മസാലയിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള മാങ്ങ പീസസില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. മീനും മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ മീനും മാങ്ങയൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാലും കൂടി ചേർത്തപ്പോൾ മീൻകറി നല്ല ക്രീമി ആയിട്ടുണ്ട്. 1/4 പാൽ ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എരിവും ഉപ്പും പുളിയും എല്ലാം നല്ല പാകമാണ്.
അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാരഗൺ ഹോട്ടലിലെ മീൻകറി പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ അപ്പം, പത്തിരി, പുട്ട്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.